എന്ത് ചെയ്താലും ആൾക്കാർ മദ്യം കഴിക്കും. എനിക്കൊന്ന് കുറയ്ക്കുന്നേക്കാളും കൂടുതൽ കൂട്ടിയാലും ആൾക്കാർ കൂടുതൽ വാങ്ങും. വീര്യം കുറഞ്ഞ മദ്യത്തിന് നികുതി കുറച്ചിരിക്കുകയാണ്. എന്താണ് ചേട്ടൻ അഭിപ്രായം? പൊതുവെ UDF സർക്കാരിൻ്റെ തീരുമാനം തന്നെ കേരളത്തിൻ്റെ മദ്യത്തിൻ്റെ ലഭ്യത കുറയ്ക്കുക എന്നുള്ളതാണ്. കേരളത്തിൽ മദ്യത്തിൻ്റെ ലഭ്യത കുറച്ചുകൊണ്ടുവന്ന് കാര്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോവുക. അല്ലാതെ 29 ബാറുണ്ടായിരുന്ന് 900 ബാറാക്കുന്ന ഒരു സ്ഥിതിയല്ല UDF സർക്കാരിന്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ മദ്യത്തിൻ്റെ നികുതി കുറച്ച് കാര്യങ്ങൾ നല്ല രീതിക്ക് കൊണ്ടുപോകാന്നുള്ളതാണ് സർക്കാരിൻ്റെ തീരുമാനം. അതുമായിട്ട് മുമ്പോട്ട് പോകും. പിന്നെ നല്ല കാര്യമാണ്, അതുമായിട്ട് മുമ്പോട്ട് പോകും. പിന്നെ പൊതുവെ ഈ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ വേണ്ടി UDF-നെ അധികാരപ്പെടുത്തിയിട്ടുണ്ട്. UDF തീരുമാനിച്ച് യുക്തമായ തീരുമാനം എടുത്ത് മുമ്പോട്ട് പോകും. അല്ല, CPM പ്രതിഷേധപ്പെട്ടിട്ട് കാര്യമുണ്ട്. അവർ ചെയ്തു വെച്ച് കാണാൻ പാടില്ലേ? അവർ ചെയ്തു വെച്ച് എന്താ സത്യത്തിൽ? അവർ ചെയ്തു വെച്ച് കേരളത്തെ മദ്യത്തിൽ മുക്കി. അത് ഒരിക്കലും ഐക്യ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് പോകില്ല. നികുതി കൂട്ടിയാലും കുറച്ചാലും എന്ത് ചെയ്താലും ആൾക്കാർ മദ്യം കഴിക്കും. എനിക്ക് എത്ര പറയാനുള്ളൂ. അത് വിഷയമുള്ള കേസ്. എന്ത് പ്രതിഷേധം? ആകെ എന്ത് പ്രതിഷേധം? ചുമ്മാ പാർട്ടി രാഷ്ട്രീയമല്ല ഇതൊക്കെ. അല്ല എന്താ, മദ്യം കുറച്ചാലും കൂട്ടിയാലൊക്കെ ആൾക്കാർ വാങ്ങും. കൂട്ടിയാലും വാങ്ങും. എനിക്കൊന്ന് കുറയ്ക്കുന്നേക്കാളും കൂടുതൽ കൂട്ടിയാലും ആൾക്കാർ കൂടുതൽ വാങ്ങും. നികുതി കുറയ്ക്കലല്ല കാര്യം. ഈ പുതിയ ഗവൺമെന്റിന് കേരള പൊതുജനവിഭാഗത്തോട് എന്തെങ്കിലും ഒരു കമ്മിറ്റ്മെന്റ് ബാക്കി ബാലൻസ് ആയിട്ടുണ്ടെങ്കിൽ ഈ മദ്യം പൂർണ്ണമായി നിർത്തലാക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. പിന്നെ മറ്റ് വിദേശ രാജ്യങ്ങളും പല രാജ്യങ്ങളിലൊക്കെ ഇത് ഓപ്പണായിട്ട് ഇഷ്ടം പോലെ നന്നായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. കേരളത്തിലൊരു സാഹചര്യം ചിലരും പലതും അതിന് കൂടുതലായിട്ട് അഡിക്റ്റായിട്ട് കുറച്ച് വൈഡായിട്ട് പോകുന്നൊരു സാഹചര്യം നിലവിൽ നിൽക്കുന്നുണ്ട്. പക്ഷേ മറ്റ് വിദേശ രാജ്യങ്ങളിലും യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ അത് ലിമിറ്റായിട്ട് മാത്രം ഉപയോഗിച്ച് അത് കൺട്രോൾ ലെവലിലാണ് പോകുന്നത്. പക്ഷേ കേരളത്തിൽ പല ഭാഗത്തും ആ രൂപത്തിലല്ല കാണുന്നത്. അത്യാവശ്യ രീതിയിൽ ഒരു പക്ഷേ നല്ലതായിരിക്കാം, പക്ഷേ ഇത് വൈവിട്ട രീതിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. മദ്യം പൂർണ്ണമായി നിർത്തലാക്കുന്നതാണ് നല്ലത് പൊതുവെ. പക്ഷേ നമ്മൾക്ക് ഒരു പക്ഷേ വേറെ പല കാര്യങ്ങളും ഉണ്ടാവും, ഗവൺമെൻറ് പിടിച്ചെടുക്കേണ്ട സാഹചര്യങ്ങളുണ്ടാവും. അപ്പോൾ അതുകൊണ്ടൊക്കെ എൻ്റെ അഭിപ്രായം മദ്യത്തിനോട് തന്നെ നമുക്ക് യോജിപ്പില്ല. നമ്മൾ മദ്യം പൊതുവിൽ കഴിക്കാത്ത ആളാണ്. ഞാൻ ഇങ്ങനെ മാർഷൽ ആർട്ടൊക്കെ ആയിട്ട് നടക്കുന്ന ആളാണ്. അതുകൊണ്ട് അതിനോട് എനിക്ക് വീര്യം കുറഞ്ഞ മദ്യം വന്നു കഴിഞ്ഞാൽ എന്തായാലും പുതിയ ആൾക്കാർ അതിലേക്കൊക്കെ പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് വരാതിരിക്കുന്നതാണ് നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. വലിയ പ്രതിഷേധമൊക്കെ വരുന്നുണ്ട്. പ്രതിഷേധങ്ങളുണ്ട്. അതിനെപ്പറ്റി ഞാൻ രാഷ്ട്രീയപരമായിട്ടൊന്നും പറയുന്നില്ല. ഇല്ല. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായം ഇതാണ്. വലിയ പ്രശ്നമാണ്. പാവപ്പെട്ട ജനങ്ങളുടെയൊക്കെ തായം ശരിക്ക് വൈകുന്നേരം വരെ പണിയെടുത്ത് വീട്ടിൽ കാത്തിരിക്കുന്ന കുട്ടികളെ ഭാര്യനെയൊക്കെ വിഷമത്തിലാക്കുന്ന ഒരു രീതിയിലേക്ക് പോകുന്നില്ലേ? അപ്പം അതൊരു മദ്യം വേണ്ടാന്ന് വെക്കുന്നതല്ലേ നല്ലത്. അതിനേക്കാളും നല്ലത് വേറെ എന്തെല്ലാം സാധനങ്ങൾ കഴിക്കാനുണ്ട്. മദ്യം കഴിച്ചിട്ടുള്ള ഒരു ലഹരിനേക്കാണ് കുറേ സാധനങ്ങൾ, അത് കഴിക്കാമല്ലോ. നമുക്കിപ്പോൾ എല്ലാവരും പറയും ആരോഗ്യത്തിന് തന്നെ മോശമല്ലേ. അറ്റാക്കുകൾ, ക്യാൻസറുകൾ എല്ലാം മദ്യം കഴിക്കുന്നതുകൊണ്ട് കൂടുതലാവുന്നു എന്നല്ലേ പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.